ബിഗ് ബോസ് സീസൺ 7 പുതിയ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അത് ലാലേട്ടൻ വളരെ സുന്ദരനായിട്ട് കാണപ്പെടുന്നു. ലാലേട്ടൻ്റെ ലുക്ക് അടിപൊളിയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ആ പ്രൊമോയ്ക്കകത്ത് കൃത്യമായിട്ട് അനീഷിനെ താക്കീത് ചെയ്യുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ട്. ആ കംപ്ലയിൻറ്റ് മൊത്തം അനീഷുമായിട്ട് ബന്ധപ്പെട്ട പരാതികളാണ്. മറ്റേ കംപ്ലയിൻറ്റ് ബോക്സിൽ അധികം ഒന്നുമില്ല. പക്ഷേ അനീഷുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബോക്സിൽ അത് നിറച്ച് പരാതിയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ 19 മത്സരാർത്ഥികളും അനീഷിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആദിലയും നോറയും ഇരുന്ന് പൊട്ടിക്കരയുന്നത് ഈ പ്രൊമോയ്ക്കകത്ത് കാണാം. മറ്റു മത്സരാർത്ഥികളെല്ലാം സൈലൻ്റായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അനീഷ് വല്ലാതെ ലാലേട്ടൻ്റെ മുന്നിൽ പരുങ്ങുന്നതായിട്ട് ഈ പ്രൊമോയിൽ കാണാൻ പറ്റും. അവരുടെ കുടുംബ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യത്തിന് അനീഷ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ആദിലയും നോറയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അനീഷ് നടത്തിയ ചില ഇടപെടലുകൾ ലൈവിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും എപ്പിസോഡ് കാണുമ്പോഴും മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള വിവരം അറിയാൻ പറ്റൂ. ഏതായാലും നോറയും ആദിലയും വല്ലാതെ വിഷമിച്ച് കരയുന്നുണ്ട്. ലാലേട്ടൻ വല്ലാതെ നമ്മൾ അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, അപ്പാനി ശരത്ത് വല്ലാതെ അനീഷിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും അനീഷിനെ കണ്ടുകൂടാ, അനീഷ് ഒരു വല്ലാത്ത മനുഷ്യനാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാ മത്സരാർത്ഥികളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. ഈ അപ്പാനി ശരത്തിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അനീഷ് കഴിഞ്ഞ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ബിഗ് ബോസ് കാണാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്. അതുമല്ല, സെലിബ്രിറ്റി അല്ലാത്ത ഒരു കോമണറായിട്ടുള്ള മത്സരാർത്ഥി വന്നതിന് ശേഷം അവിടെ ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അനീഷിൻ്റെ ഗെയിമിൻ്റെ വിജയം തന്നെയാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് പലരും ബിഗ് ബോസിൽ ഈ പയറ്റി തെളിയിച്ച ഒരു തന്ത്രം തന്നെയാണ് അനീഷ് പുലർത്തുന്നത്. അത് മാറ്റേണ്ട സമയമായി. വരും ആഴ്ചകളിൽ അനീഷ് ഗെയിം ചേഞ്ച് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആൾക്കാരുടെ മനസ്സിലേക്ക് അനീഷ് ആദ്യപടിയായിട്ട് കയറി പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഗെയിമിലൂടെ അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കാനാണ് അനീഷ് ശ്രമിക്കേണ്ടത്. അതിനിടയിൽ അനീഷിന് വീണ് കിട്ടുന്ന ചില അവസരങ്ങളുണ്ട്. അവിടുത്തെ മത്സരാർത്ഥി, പ്രത്യേകിച്ച് അപ്പാനി ശരത്ത് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ അനീഷിനോട് വളരെയധികം മോശമായിട്ട് പെരുമാറുന്നു. അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല രീതിയിൽ അനീഷിന് ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക്